വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന 4-ാം അധ്യായം. സ്വർഗദർശനം. ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയ അനുഭൂതിയിൽ ലയിച്ചു. അതാ, സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയും ആയിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ. അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെപ്പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേതിന് മനുഷ്യൻ്റേതുപോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന്, നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. 5-ാം അധ്യായം. മുദ്രിത ഗ്രന്ഥവും കുഞ്ഞാടും. സിംഹാസനസ്ഥൻ്റെ വലത്തുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്താനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർക്കാനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താഞ്ഞതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർക്കാനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളും ഉണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും അയക്കപ്പെട്ട ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനസ്ഥൻ്റെ വലത്തു കൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവനത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരും ആക്കി. അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളും ആയിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചു, കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും
ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. 6-ാം അധ്യായം. 6 മുദ്രകൾ തുറക്കുന്നു. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ 1 തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ള കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായി ഇരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അവൻ 2-ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2-ാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവൻ 3-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് 3-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു: ഒരു ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, ഒരു ധനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. അവൻ 4-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് 4-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 1/4 അവർക്ക് അധികാരം ലഭിച്ചു. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു: പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവളവസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. അവൻ 6-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി, വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ ആകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നതുപോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തെറുത്തുമാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു: ഞങ്ങളുടെ മേൽ വന്നു വീഴുവിൻ. സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകര ദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്കു കഴിയും?